എൻ്റെ പുതിയൊരു എപ്പിസോഡാണത്. നിങ്ങൾ ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് വെക്കണം, ടിങ് ടിങ് അടിക്കണം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അല്ലു അർജുൻ്റെ ഏറ്റവും പുതിയ സിനിമയായ പുഷ്പ 2 റിലീസിനോടനുബന്ധിച്ചുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഒരു യുവതി മരിച്ചിട്ടുണ്ടായിരുന്നു. ആ സംഭവത്തിൽ ഇപ്പോൾ നടൻ അല്ലു അർജുൻ അറസ്റ്റിലായിട്ടുണ്ട്. ഹൈദരാബാദ് പോലീസാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അല്ലു അർജുൻ്റെ ജൂബിലി ഹിൽസിലെ വീട്ടിൽ നിന്നുമാണ് അല്ലു അർജുനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസ്. సార్ మీరు ఏం ఆర్డర్ చేయండి, ఏం ఆర్డర్ చేయండి. ఎందుకంటే అర్థం మార్చుకుంటారు బయట ఒక మనిషి పంపించమంటే సార్ నాకు తీసుకెళ్తాం తప్పలేదు, వెహికల్ తప్పలేదు, కాదన్నా దాంట్లో తప్పలేదు. మళ్ళీ బెడ్రూమ్ బయటకు వచ్చి బెడ్రూమ్ నుంచి వెళ్ళిపోతాం, డిస్కస్ స్కూల్ నుంచి వాళ్ళని చేశారు. అది ఇది మీకు తప్పకుండా చెప్తున్నా, ఇది మంచి విషయం కాదు. പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്കിടയിലാണ് തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ചത്. തുടർന്ന് ഹൈദരാബാദ് പോലീസ് അല്ലു അർജുനെ അടക്കം പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ കേസ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടൻ അല്ലു അർജുൻ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കേസിലെ എല്ലാ നടപടികളും നിർത്തിവെക്കണമെന്നായിരുന്നു ആവശ്യം. തിയേറ്ററിന്റെ പുറത്തുണ്ടായ തിക്കിലും തിരക്കിലും തനിക്ക് യാതൊരു വിധത്തിലുള്ള പങ്കില്ലെന്നും അതുപോലെ തന്നെ സംഭവം നടക്കുമ്പോൾ താൻ ആ സ്ഥലത്തില്ലായിരുന്നുവെന്നുമായിരുന്നു അല്ലു അർജുന്റെ വാദം. എന്നാൽ നടൻ അല്ലു അർജുൻ ആരാധകർക്കൊപ്പം സിനിമ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് യുവതി മരിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഷോ കഴിഞ്ഞ് തിരിച്ചു പോകവേ നടൻ അല്ലു അർജുന്റെ അടുത്തേക്ക് ആളുകൾ വരികയും അല്ലു അർജുന്റെ ബൗൺസർമാർ അത് തടുക്കുകയും ചെയ്തു. ഈ കാരണത്താലാണ് തിക്കും തിരക്കും ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. ഈ കേസിൽ തിയേറ്റർ മാനേജ്മെന്റിനെതിരെയും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. യുവതിയുടെ ഭർത്താവ് നൽകിയ കേസിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൽ അല്ലു അർജുനെ കൂടാതെ തിയേറ്റർ മാനേജ്മെന്റും ഉൾപ്പെട്ടിട്ടുണ്ട്. കൂടാതെ അല്ലു അർജുനെ പോലെ ഒരു പ്രമുഖ താരം തിയേറ്ററിൽ സിനിമ കാണാൻ വരുന്ന കാര്യം പോലീസിനെ അറിയിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതും ഈ കേസിലെ ഒരു പ്രധാന ഘടകമായിട്ട് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള വലിയ സെലിബ്രിറ്റികൾ വരുമ്പോൾ എന്തായാലും തിക്കും തിരക്കും സംഭവിക്കും. അപ്പോൾ പോലീസ് ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും.